ടീസർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയെങ്കിലും പുറകെ, കാരണം ഒരു ഉരുള കൊടുത്താലും ഒരു അടി കൊടുത്താലും മറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. എന്ന പോലെ പാർവതി പറഞ്ഞ കാര്യങ്ങൾ, പാർവതിയെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ഗീതു മോഹൻദാസും ഒക്കെ മറന്നുപോയി. 2-3 വർഷമായില്ലേ. പക്ഷെ നിതിൻ ഈ ടീസർ കണ്ടപ്പോൾ ചോദിച്ചു പോയത് എന്താ, അന്ന് എൻ്റെ സിനിമയ്ക്ക് എതിരെ സംസാരിച്ച, അത് നീതിയല്ല എന്ന് പറഞ്ഞ, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ ആ ഗീതു മോഹൻദാസിൻ്റെ ഈ ബ്രഹ്മാണ്ഡ ചിത്രമായ ടോക്സിക്കാരെ ടീസർ കണ്ടപ്പോൾ അതിലെന്താ കണ്ടിരിക്കുന്നത്? ഒരു ബാർ രംഗമാണ്. ഗ്ലാമർ വേഷം ധരിച്ച കുറച്ച് സ്ത്രീകൾ അവരെടുത്തു പോക്കുന്നു, അവരുടെ ശരീരത്തിൽ മദ്യമൊഴിക്കുന്നു. ഇത് നീതിയാണോ? ഇത് സ്ത്രീ വിരുദ്ധതല്ലേ എന്ന് നിതിൻ ചോദിച്ചപ്പോൾ അതെന്ത് ഉത്തരം പറയാനുണ്ട്? അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റ്, ആ രീതി പാടില്ല. സിനിമയാണ്. സിനിമ കലാപരമായ, കച്ചവടപരമായ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും ആ ടീമാണ് തീരുമാനിക്കുന്നത്, എഴുത്തുകാരനാണ് തീരുമാനിക്കുന്നത്, സംവിധായകനാണ് തീരുമാനിക്കുന്നത്. അതവർ ചെയ്യും എന്നുള്ളതാണത്. അപ്പം അന്ന് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ നിതിൻ ഇന്ന് ആക്രമിച്ചിട്ടില്ല. ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഗീതു മോഹൻദാസ് തൻ്റെ ഈ സിനിമയിൽ ഒരു ടീച്ചർ മാത്രമേ വന്നിട്ടുള്ളൂ.